പക്ഷേ തലസ്ഥാന നഗരത്തിൻ്റെ വലിയൊരു മോഹമായിരുന്നു ശ്രീലേഖ. എന്തായാലും BJP ജയിച്ചപ്പോൾ ശ്രീലേഖ ഇനി IPS ഇനി അവിടുത്തെ മേയറായിട്ട് വരും. കാരണം ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ പതിവായിട്ട് പോവുകയൊക്കെ ചെയ്യും. തിരുവനന്തപുരത്തിൻ്റെ ഒരു മുഖം തന്നെ. VV രാജേഷ് മുഖമല്ലെന്നല്ല, പക്ഷേ ആ മുഖമെന്ന് പറയുന്നത് രാഷ്ട്രീയ മുഖമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകും, ഇവർ തിരുവനന്തപുരം ഭരിക്കും, മേയറായിട്ട് ഭരിക്കും, നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നാണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്പന്ദനം. അങ്ങനെയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ അഭിജ്ഞ കേന്ദ്രങ്ങളിൽ നിന്നും പറയുന്നുണ്ട് ഇവർ കേവലം ഒരു കൗൺസിലർ, ഡെപ്യൂട്ടി മേയർ പോലും ആക്കിയില്ല. അപ്പോൾ വേറെ കൗൺസിലറാക്കി വെക്കാനല്ല ആ കേന്ദ്രത്തിൻ്റെ ഉദ്ദേശം. കേന്ദ്രത്തിൽ അവർ തീരുമാനിക്കുന്നത് എന്തോ വലിയ തീരുമാനങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ പറയും. എന്തെങ്കിലും കേട്ടോ? എന്തെങ്കിലും ശ്രീലേഖ കാര്യത്തിനകത്ത് ഒരുപക്ഷെ ശ്രീലേഖ സ്ഥാനാർത്ഥി ആവണമെങ്കിൽ പോലും അതിനകത്ത് സാധാരണ ഒരാൾ ഇടപെട്ടാൽ അവർ സ്ഥാനാർത്ഥി ആവത്തില്ല. ഒരു കൗൺസിലർ സ്ഥാനാർത്ഥി ആവത്തില്ല. അങ്ങനെ ആവണമെങ്കിൽ തന്നെ അതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മോദിയുടെ 2014 ശേഷം ഇപ്പോൾ അദ്ദേഹം 10 കൊല്ലത്തിന് ശേഷം 11ാമത്തെ കൊല്ലമാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭ നിങ്ങൾ പരിശോധിച്ചു. മന്ത്രിസഭയ്ക്കകത്ത് രാഷ്ട്രീയക്കാരില്ലെന്നുള്ളതല്ല, രാഷ്ട്രീയക്കാരായിട്ടുള്ള പ്രബുദ്ധന്മാരുണ്ട്. അവരുടെ കഴിവ് നമുക്ക് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും മോദിയാണോ അമിത്ഷായാണോ, മോദിയാണോ രാജ്നാഥ് സിംഗ് ആണോ, മോദിയാണോ റെയിൽവേ മന്ത്രിയാണോ, മോദിയാണോ ആരോഗ്യമന്ത്രിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ മന്ത്രിമാരെ അല്ലെങ്കിൽ ജയശങ്കറിന്റെ കാര്യമായിരുന്നു നമ്മൾ പറയാം. ഓരോ മന്ത്രിമാരെ എടുക്കുമ്പോൾ ആ മന്ത്രിമാരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ 100% ഉദ്ദേശിക്കുമ്പോൾ ഒരു 500% ഔട്ട്പുട്ടാണ്. ഒരാളെയും റെയിൽവേ മന്ത്രിയെ മാറ്റി നിർത്താൻ പറ്റുമോ? അയാൾക്ക് അതിനകത്ത് അയാൾ റിസർച്ചിലാണ്. ഒരു കാര്യം അയാൾ പറയണ്ട, അയാൾ എഞ്ചിനീയറും കൂടാണ് നമുക്ക് പറയേണ്ടി വരും. ജയശങ്കറിനെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള മാറ്റി നിർത്താൻ പറ്റുമോ? അമിത്ഷായെ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതി അതിനപ്പുറം ആരെയും രാജ്നാഥ് സിംഗിനെ മാറ്റി നിർത്താം. അപ്പൊ ഇങ്ങനെ വരുന്നത് ഇത് തീരുമാനിക്കുന്നതാരാ? അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, നിങ്ങൾ അപ്പം ഇത് ആര് തീരുമാനിക്കുന്നു? അദ്ദേഹം വനിതകളെ തീരുമാനിക്കുമ്പോഴും മന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴും അണ്ണാമലെ കണ്ടായിരുന്നു നമ്മുടെ തമിഴ്നാട്ടിൽ, ഞെട്ടിച്ച്. അപ്പം ഇങ്ങനെ ഓരോരുത്തരെ എടുക്കുമ്പോൾ തീരുമാനിക്കുമ്പോൾ വാ എന്ന് പറയുമ്പോൾ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് അവരാഗ്രഹിക്കുന്നതിനപ്പുറം പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കും. അല്ലാത്തവനെ ചവിട്ടി പുറത്തും കളയും. എന്തിയാ കണ്ണന്താനം? ഞങ്ങൾ പറഞ്ഞൊരു IAS കാരനുണ്ട്, നമ്മളെല്ലാം കൊണ്ടുവന്ന് പരീക്ഷിച്ച് നോക്കി, കൊള്ളത്തില്ലെന്ന് കണ്ട് കണ്ണന്താനം അപ്രത്യക്ഷമായ. അത് തന്നെയാണ് BJPയുടെയും മോദിയുടെയും ശരി. ഇപ്പൊ ശ്രീലേഖ വന്നതിനകത്ത് ശ്രീലേഖയ്ക്ക് റിട്ടയർ ചെയ്തതിനു ശേഷം മോദിയുടെ ഭരണത്തോട് താല്പര്യമുണ്ടായി. അവരത് പരസ്യമായിട്ട് പറഞ്ഞു. അപ്പൊ ആ താല്പര്യം എന്ന് പറയുമ്പം മോദിയുടെ ഭരണത്തോട് താല്പര്യം നാളെ കാലത്ത് അവർ നിൽക്കുന്ന പ്രദേശത്ത് യോജിച്ചു പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകയായിട്ട് പോകണമെങ്കിൽ, മാത്രമല്ല അവർ കവിയും അല്ലെങ്കിൽ ജനത്തിനിടയ്ക്ക് ഇറങ്ങി നിൽക്കുന്നവരും ഈ പറയുന്ന പോലീസിൽ ഇരുന്നപ്പോൾ തന്നെ ഈ നമ്മൾ പറയല്ലേ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പോലീസായിരുന്നു. പദവിക്ക് ഇരിക്കുമ്പോഴും അവരുടെ പദവിയിൽ നിന്ന് ഇറങ്ങി വന്ന് സാധാരണക്കാരന്റെ വിഷയത്തിനകത്ത് ഇടപെടുന്നു. ഏറ്റവും അവസാനം ദിലീപിനെ ജയിലിൽ കിടന്നപ്പം ഒരുപക്ഷെ ദിലീപ് വന്ന് ഇവർ ചെന്നില്ലായിരുന്നു ചത്തുപോയതിനാണ്. ഇപ്പോഴും അതിനകത്ത് അവർ വിവാദം അനുഭവിച്ചുകൊണ്ടിരിക്കുക, ദിലീപിനെതിരെയുള്ള മാഫിയ. അപ്പം ഇങ്ങനത്തെ ഒരു സ്ത്രീ വന്നു. അപ്പം നമ്മളെല്ലാം മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അവർ മത്സരിക്കണമെങ്കിൽ അത് തീരുമാനമില്ല, മത്സരിക്കത്തില്ല. ജയിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ആയിരിക്കും മേയർ, ഭൂരിപക്ഷം വന്നാൽ അവർ തന്നെ ആയിരിക്കും മേയർ. അവരെ കാണിക്കുന്നത് തന്നെ ഒരുപക്ഷെ ഭൂരിപക്ഷം അവിടെ കിട്ടുന്നതിന് വേണ്ടിയായിരിക്കും. ഇത്ര നല്ല സ്ഥാനാർത്ഥികളാണ്. ഇതൊക്കെ വന്നതിന് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചു, ഇന്നലെ വരെ എല്ലാവരും പ്രതീക്ഷിച്ചു. അപ്പോഴും നമ്മൾ പറഞ്ഞു BJP ഞെട്ടിക്കും, BJPയുടെ തീരുമാനം അവസാനം ഇതൊന്നും ആയിരിക്കത്തില്ല. അപ്പം ഇതിനകത്ത് ഇവരെ നാളെ കാലത്തെ വലിയ പദവിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി മേയർ പോലും ഉണ്ട് അങ്ങോട്ട് മാറി സാധാരണ കൗൺസിലറായിട്ട് ഇരുന്നാൽ മതി. അപ്പം ഒരുപക്ഷെ നാളെ കാലത്തെ അവരെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിയമസഭാ സീറ്റിൽ ജയിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള, ഏറ്റവും താല്പര്യമുള്ള സീറ്റിൽ മത്സരിപ്പിച്ച് അവരെ MLA ആക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് തോറ്റുപോവുകയാണ്, മത്സരിപ്പിച്ച് ജയിച്ചു വരുന്നില്ലെങ്കിൽ ഇവരെ വളരെ കൃത്യമായി നമുക്കറിയാമല്ലോ. കുമ്മനം രാജശേഖരൻ അവിടെ തോറ്റു കഴിഞ്ഞപ്പോൾ കുമ്മനം രാജശേഖരൻ കേന്ദ്രത്തിന് മനസ്സിലായി ചില പണികളുടെ ഭാഗത്ത് കുമ്മനം രാജശേഖരനെ അവിടെ മാറ്റി നിർത്തിയപ്പോൾ ഉടനെ കൊടുത്തത് എവിടെ? ഗവർണറായിട്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീധരൻപിള്ളയ്ക്ക് അവിടെ മിസോറാം. ഇവരെ ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിൽ വലിയ പദവിയിലേക്ക് കൊണ്ടുവരും. രണ്ടാമത് ഗവർണർ പദവിക്ക് അപ്പുറം ഞാൻ ചോദിച്ചിട്ടെ ഇവരെ ഒരു രാജ്യസഭയിൽ എവിടെയും നിർത്തി MP ആക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രിസഭ എടുത്താൻ ചെയ്യും. കൊള്ളാമെന്ന് കണ്ടാൽ കഴിവുള്ളവരാണെന്ന് കണ്ടാൽ, മോദിക്ക് താല്പര്യമുള്ളവരാണെന്ന് കണ്ടാൽ അത്തരത്തിൽ ഒരാളെ ആ പദവിയിൽ വരെ, അതായത് അത്തരത്തിലേക്കുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു ശ്രീലേഖയുടെ കാര്യത്തിൽ എന്ന് വേണം കരുതാൻ. കാരണം BJP അവരെ
ഇത്രയ്ക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ മാറി നിർത്തുമ്പോഴും ആ മാറ്റി നിർത്തലിനകത്ത് ഒരു രീതിയിലുള്ള അസ്വസ്ഥതയും എങ്ങും നിന്നും അവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റെവിടെ നിന്നും ഉണ്ടാകാത്ത ഒരവസ്ഥയിൽ. കാരണം അവരെ മത്സരിപ്പിച്ചതിനകത്ത് അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ മത്സരിക്കൂ, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് BJP പറഞ്ഞാണ് മത്സരിപ്പിച്ചത്. ഏറ്റവും അവസാനം ആ ഭൂരിപക്ഷം കിട്ടുക മേയറാക്കുന്നതിനകത്തുനിന്ന് അവർ മാറി നിൽക്കണമെങ്കിൽ, അവരെ മാറ്റി നിർത്തണമെങ്കിൽ, അവരതിനകത്ത് സ്വീകാര്യത ഇത്രയും വലുതായിട്ട് പുലർത്തണമെങ്കിൽ അവർക്ക് ചില വാഗ്ദാനങ്ങൾ ഇവിടെ നിന്നല്ല. നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരത്തെ കാര്യം, തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം വന്നപ്പോൾ RC പറഞ്ഞു തിരുവനന്തപുരത്തെ കാര്യം ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, ഇവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിന് വികസന രേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന പ്രധാനമന്ത്രി വരുന്നു. വികസന രേഖ തയ്യാറാക്കുന്ന പ്രധാനമന്ത്രി അല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വികസന രേഖ തയ്യാറാക്കുന്നതിന് പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭാഷയ്ക്ക് അധികാരം പ്രശ്നമുണ്ടല്ലോ, RCക്ക്. അത് ഇവിടെ മലയാളി ആണെങ്കിലും നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ച മനുഷ്യനല്ല, വെളിയിൽ നിന്ന്. അപ്പോഴത്തേനും ഇവിടുത്തെ നമ്മുടെ മുൻ MP ഉണ്ടല്ലോ, കരുണാകരന്റെ മോനൊക്കെ കളിയാക്കി, ഇവിടെ വികസന രേഖ തയ്യാറാക്കുന്നത് മേയറാന്ന് എല്ലാവർക്കും അറിയും. പക്ഷെ വികസന രേഖ ഇന്ന രീതി തയ്യാറാക്കിയാൽ മതി എന്നിപ്പം ഈ മേയറെ തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു, അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടി ഉണ്ടല്ലോ, അല്ലെ അതിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവരാ തീരുമാനിക്കുന്നത് ഏത് രീതിയിലുള്ള വികസനം അവിടെ വേണമെന്ന്. അല്ല രാവിലെ ഇവർക്ക് രാഷ് കയറിയിരുന്നാലും അതിനപ്പുറം വേറൊരാൾ കയറിയിരുന്നാലും രാഷിന് മാത്രമായിട്ട് തീരുമാനിക്കാനും അല്ലെങ്കിൽ ശ്രീലേഖയ്ക്ക് മാത്രമായിട്ട് തീരുമാനിക്കാനും ഒക്കത്തില്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ, ഏത് കോർപ്പറേഷൻ ആയാലും ഒക്കത്തില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒരു 45 ദിവസത്തേക്ക് മോദി അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. മോദി അവിടെ വന്ന് കാര്യങ്ങൾ പറയണമെങ്കിൽ മോദി പറഞ്ഞാൽ അതിനൊരു പാർട്ടിയുണ്ട്. തൃശ്ശൂർ വന്നൊരു പാർട്ടിയിൽ പറഞ്ഞിട്ട് പോയ ഓർമ്മയുണ്ടോ? സുരേഷ് ഗോപി ജയിച്ചായിരുന്നു. തൃശ്ശൂർ ഈ പറയുന്ന പോലെ BJPക്ക് ഒരു സ്വാധീനമൊന്നുമില്ല. സുരേഷ് ഗോപിയുടെ തോളിൽ തട്ടിൽ പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ടവനാണ് കേട്ടോ, നിങ്ങൾ കരുതിയാൽ ഞാൻ കരുതിക്കോളാം. അവർ ജയിപ്പിച്ചു കൊടുത്തല്ലോ, മന്ത്രിയായി കൊടുത്തല്ലോ. സുരേഷ് ഗോപി വേണ്ടെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു മന്ത്രിസ്ഥാനം മേടിച്ച് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഏത് രീതി വർക്ക് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്റെ കാര്യത്തിനനുസരിച്ച് അദ്ദേഹം മാന്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ തന്നെ. പിന്നെ അയാളുടെ സിനിമാ ഗോഷ്ഠികൾ ചിലർക്ക് ട്രോളുകളാക്കാൻ പറ്റുന്നു എന്നുള്ളതിനപ്പുറം അയാൾ കുഴപ്പക്കാരനായിട്ടുള്ള ഒരു MP ആയിട്ട് ഒരിക്കലും അഴിമതിയില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളും തന്നെയാണ്. അപ്പൊ ഇവിടെയും ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ഇവരെ അടുത്ത പ്രാവശ്യം മത്സരിപ്പിക്കും. ഇവരെ ഒരു പക്ഷേ കേന്ദ്രമന്ത്രി സഭയിലേക്കോ അല്ല അതിനും സാധ്യത ഇവരെ ഒരു ഗവർണർ പദവിയിലേക്ക് ഒരു പക്ഷേ എത്തിച്ചേക്കാം അല്ലെങ്കിൽ വന്നേക്കാം. ഒരു രീതിയിലും ശ്രീലേഖ IPS എന്ന് പറയുന്ന വ്യക്തിയെ ഈ 5 കൊല്ലം കൊണ്ട് ഒരു കൗൺസിലറാക്കി അല്ലെങ്കിൽ അങ്ങ് അസ്തമിച്ചു അല്ലെങ്കിൽ കളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയില്ല. സ്ത്രീകളുടെ പരിഗണന ഏറ്റവും മുന്തിയ രീതിയിൽ കൊടുക്കുന്ന ആള് തന്നെയാണ് മോദി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും മോദിയുടെ കണ്ണെത്തുന്നു. അതുകൊണ്ടാണല്ലോ മോദിയുടെ ഈ മൻ കി ബാത്തിനകത്ത് നമ്മൾ പോലും അറിയാമേത ചില പ്രഭാകരന്മാരും ഉരുളിയുടെ കാര്യം വരുന്നത്. അപ്പൊ എത്രത്തോളം അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന 140 കോടി ജനമുള്ള ഈ വലിയ സംസ്ഥാനത്തിനകത്ത് എന്തൊക്കെ വേണം, എവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന ചലനം ഉൾപ്പെടെ അല്ലെങ്കിൽ അത് ഇന്നതിന് നടക്കണം എന്ന തീരുമാനം ഉൾപ്പെടെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. തിരുവനന്തപുരത്ത് ശ്രീലേഖയെ മത്സരിപ്പിച്ചതും അല്ലെങ്കിൽ ജയിച്ചതും അല്ലെങ്കിൽ മേയറായിട്ട് വന്നപ്പോൾ അവരെ മാറ്റി നിർത്തുന്നതും ഒക്കെ ആരും അതിൻ്റെ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അമിത്ഷായുടെ ഭാഗത്തു നിന്നും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് ഒരു വലിയ പദവി തന്നെ ഉണ്ടാകും. അത് ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ ഗവർണറൊക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ മാഷി പറയുന്ന ചുരുക്കി പറഞ്ഞ ശാസ്തമംഗലം വാർഡ് വീണ്ടും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും 6 മാസം കഴിഞ്ഞ്. ഒന്നത് 2 പറഞ്ഞ 2 ആശാവഹമായ കാര്യങ്ങളാണ്. കാരണം കേരളത്തിൽ ലക്ഷ്മി N മേനോന് ശേഷം പ്രഗത്ഭയായിട്ടുള്ളൊരു വനിതാ മന്ത്രി വന്നിട്ടില്ല. അതുപോലെ ജ്യോതി വെങ്കടചലത്തിന് ശേഷം ഒരു വനിതാ ഗവർണർ കേരളത്തിന് കണ്ടിട്ടില്ല. രണ്ടായാലും 2നും പറ്റിയ ആൾ തന്നെയാണ് ശ്രീലേഖ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ മേയർ ആയില്ലെങ്കിൽ അതിനർത്ഥം അവരെ വേറെ എന്തോ വലിയ പദവികൾ അത് ഉറപ്പായിട്ടും നമുക്ക് പറയാം കാത്തിരിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പായിട്ടും പറഞ്ഞ പോലെ നാളെ കാലത്തെ രാജിവെക്കേണ്ടി വരും. നാളെ കാലത്തെ 6 മാസം നല്ല ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അവരെ അവിടെ പാർട്ടി കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തും. അവർക്ക് അർഹമായ പ്രാതിനിധ്യം പാർട്ടി കൊടുക്കും. അവരെ നിയമസഭയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വേണ്ട ശ്രമം നടത്തും. നിയമസഭയിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലെ അവിടെ വെച്ച് തഴയുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. അതിന് വേറെ പദവികൾ ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള ബാക്കി മിക്കവാറും തമിഴ്നാടും ഒക്കെ ഒഴിച്ചുള്ള ബാക്കി മിക്കവാറും സംസ്ഥാനം ഭരിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിൽ MP-മാരും MLA-മാരും ഇന്ത്യയുടെ കാര്യങ്ങൾ ഇപ്പം കേരളം കൂടാതെ വളരെ ദീർഘമായിട്ട് ഇന്ത്യ ഭരിക്കണം, ഇന്ത്യ ആര് ഭരിച്ചാൽ മതിയെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ കേരളത്തിൽ നിന്ന്. ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി അല്ലാതെ ഒരു അല്ലെങ്കിൽ ഒരു ഇതും നമ്മുടെ കേരളത്തിൽ നിന്ന്
കേന്ദ്രമന്ത്രിസഭ കിട്ടിയിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഒരു MLA MLA ഉണ്ടായിരുന്നു, MP മാരൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഏറ്റവും അവസാനം ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടായപ്പോൾ നമുക്ക് BJP 3/2 ഭൂരിപക്ഷം, നമുക്ക് അങ്ങനെ BJP 3/2 ഭൂരിപക്ഷം ഇല്ല. 3/2 ഭൂരിപക്ഷം ഉള്ളത് ഒന്നുമില്ലായിരുന്നു. അപ്പം അത് ഇവിടെ ഒന്നുമില്ലെങ്കിലും BJPക്ക് ഒരുപക്ഷെ അവരെ ഈ നാളെ കാലത്തെ നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കൊരു പദവി വാഗ്ദാനം ചെയ്ത് അവരുടെ കഴിവുകൾ BJPക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ തക്കവണ്ണം ഉള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.